സൗദി അറേബ്യൻ തലസ്ഥാന നഗരിക്ക് പുതുചരിത്രം സമ്മാനിച്ച് റിയാദ് മെട്രോ ട്രെയിനുകൾ ഇന്നു മുതൽ ഓടിത്തുടങ്ങും. ബത്ത്ഹ, മെട്രോപൊളിറ്റൻ കേന്ദ്രമായ ഒലയ, അൽ ഹൈർ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്ലൂ ലൈൻ, കിങ് അബ്ദുള്ള റോഡിനോട് ചേർന്നുള്ള റെഡ് ലൈൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ എന്നീ നഗരവീഥികളോട് ചേർന്നുള്ള വയലറ്റ് ലൈൻ എന്നിവയിൽ കൂടിയാണ് ഇന്നു മുതൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങുക. അവശേഷിക്കുന്ന 3 ലൈനുകളിൽ ഡിസംബർ 5-ന് സർവീസ് ആരംഭിക്കും. കടുത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന റിയാദ് നഗരവാസികൾക്കും പുറം നാട്ടിൽ നിന്ന് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി തലസ്ഥാനത്തെത്തുന്നവർക്കും വലിയ ആശ്വാസമാകും ഈ മെട്രോ. അവശേഷിക്കുന്ന യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ ലൈനുകളിൽ കൂടി ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ സംവിധാനമുള്ള നഗരമായി മാറും റിയാദ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ദൂരം ഡ്രൈവറില്ല ട്രെയിനുകൾ ഓടുന്ന മെട്രോ എന്ന സവിശേഷതയുടെ ട്രാക്കിൽ കൂടിയാണ് പുതുചരിത്രമെഴുതി റിയാദ് മെട്രോ ഓടാൻ തുടങ്ങുന്നത്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന ടിക്കറ്റ് നിരക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നഗരത്തിലെ ജനകീയ പൊതുഗതാഗത സംവിധാനമാകും റിയാദ് മെട്രോ. 2 മണിക്കൂർ യാത്രക്ക് 4 സൗദി റിയാലും, 3 ദിവസത്തെ ഒന്നിച്ചുള്ള ടിക്കറ്റിന് 20 റിയാലും, 7 ദിവസത്തെ ടിക്കറ്റിന് 40 റിയാലും, 1 മാസത്തെ മുഴുനീള യാത്രക്ക് 140 റിയാലുമാണ് നിരക്ക്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യാത്ര പൂർണ്ണമായും സൗജന്യമായിരിക്കും. റിയാദ് ബസ് എന്ന ആപ്പ്, ദർബ് കാർഡ്, ബാങ്കുകളുടെ ATM കാർഡുകൾ എന്നിവ ഉപയോഗിച്ച് ടിക്കറ്റുകൾ സ്വന്തമാക്കാം. ഇതേ ടിക്കറ്റ് ഉപയോഗിച്ച് റിയാദ് ബസ്സുകളിലും യാത്ര ചെയ്യാം. അബ്ദുള്ള രാജാവിന്റെ ഭരണകാലത്താണ് റിയാദ് മെട്രോയും ബസ് സർവീസും ഉൾപ്പെട്ട സമ്പൂർണ്ണ പൊതുഗതാഗത പദ്ധതിയായി കിങ് അബ്ദുള്ള അസീസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം പ്രഖ്യാപിക്കപ്പെട്ടത്. സ്വദേശികളും വിദേശികളുമായ വിദ്യാർത്ഥികൾ, ജോലിക്കാർ, സഞ്ചാരികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ മെട്രോ ഉപയോഗപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.